കേരളത്തിൽ അടുത്തതായി ആരു ഭരിക്കണം, ആര് മുഖ്യമന്ത്രിയാകണം എന്ന ചർച്ചകൾക്ക് വോട്ടെടുപ്പ് കഴിയും മുമ്പേ തിരശീല ഉയരുകയാണ്. ഇത്തവണ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, സിനിമാ സംവിധായകൻ ഒമർ ലുലുവാണ്. ഭരണ തുടർച്ചയുണ്ടായാൽ പിണറായി വിജയൻ മൂന്നാം തവണയും മുഖ്യമന്ത്രിയാകണമെന്നും, എന്നാൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടിയായിരിക്കണം ആ പദവിയിൽ എത്തേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുഞ്ഞാലിക്കുട്ടിയുടെ രാഷ്ട്രീയ മിടുക്കും വികസന കാഴ്ചപ്പാടും കേരളത്തിന് അത്യാവശ്യമാണെന്ന ഒമറിന്റെ വാദത്തെ സോഷ്യൽ മീഡിയയിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്തെത്തി. എന്നാൽ ഈ ചർച്ചകൾ UDFിനുള്ളിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിൽ വലിയ അസ്വസ്ഥതയാണ് പടർത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവരുടെ പേരുകൾ സജീവമായി ഉയരുമ്പോൾ സഖ്യകക്ഷിയിലെ ഒരു നേതാവിനെ കുറിച്ച് വന്ന ഈ പരാമർശം പ്രവർത്തകർക്കിടയിൽ ചേരിതിരിവിനും പോസ്റ്റർ യുദ്ധത്തിനും കാരണമായിട്ടുണ്ട്. പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്ന ഇത്തരം ചർച്ചകൾ അവസാനിപ്പിക്കാൻ ഹൈക്കമാൻഡ് അതീവ ജാഗ്രതയോടെയാണ് ഇടപെടുന്നത്. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ നേരിട്ട് വിവരം തേടിയതിന് പിന്നാലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ദീപദാസ് മുൻഷിയും പരസ്യ പ്രസ്താവനകൾ വിലക്കിക്കൊണ്ട് രംഗത്തെത്തി. തിരഞ്ഞെടുപ്പ് ഫലം വരും മുൻപേയുള്ള ഈ പടലപ്പിണക്കങ്ങൾ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് മുതിർന്ന നേതാക്കൾ. ഏതായാലും കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വോട്ടെണ്ണൽ ദിനത്തിനു മുൻപേ ചർച്ചകളുടെ കനൽ എരിഞ്ഞു കഴിഞ്ഞു. ഒമർ ലുലു തുടങ്ങിവെച്ച ഈ സോഷ്യൽ മീഡിയ വിപ്ലവം വെറുമൊരു നിരീക്ഷണമല്ല, മറിച്ച് UDFിനുള്ളിലെ അധികാര വടംവലികളെ പരസ്യമാക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. VD സതീശനും ചെന്നിത്തലയും വേണുഗോപാലും മനക്കോട്ടകൾ കെട്ടുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ പേര് ഉയർത്തിക്കൊണ്ടുള്ള ഈ നീക്കം വരും ദിവസങ്ങളിൽ മുന്നണിക്കുള്ളിൽ എന്ത് രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കും എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഹൈക്കമാൻഡ് കർശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അണികൾക്കിടയിൽ പോസ്റ്റർ യുദ്ധവും സോഷ്യൽ മീഡിയയിലെ വാക്പോരും അത്ര പെട്ടെന്ന് അടങ്ങുമെന്ന് തോന്നുന്നില്ല. പിണറായി വിജയൻ റെക്കോർഡ് നേട്ടത്തിലേക്ക് നടന്നു കയറുമോ, അതോ UDFിലെ മുഖ്യമന്ത്രി മോഹികളിൽ ആര് കസേര പിടിക്കും, അതോ കേരളം ഇന്നേ വരെ കാണാത്ത ഒരു ടെസ്റ്റിലൂടെ ഒരു മുസ്ലിം ലീഗ് നേതാവ് ആ പദവിയിലേക്ക് എത്തുമോ? കേരള രാഷ്ട്രീയത്തിലെ ആ ഫൈനൽ ക്ലൈമാക്സിനായി ഇനി അധികം കാത്തിരിക്കേണ്ടതില്ല.